ഇന്ന് നമുക്ക് സർക്കിൾ ആൻഡ് ആംഗിൾ ചാപ്റ്ററിൽ പുതിയൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന പ്രോബ്ലം, പ്രൂവ് ദാറ്റ് all the circles drawn on the four sides of a rhombus as diameter pass through a common point. അതാണ് ചോദ്യം. അതായത് ഇതാണ് റോംബസ്. ഇതിൻ്റെ ഓരോ സൈഡിലും ഓരോ സർക്കിൾ വരയ്ക്കുക. ഈ സൈഡ് എടുത്തുകൊണ്ട് ഒരു സർക്കിൾ, ഓക്കെ. അതേപോലെ ഈ സൈഡിന് ഒരു സർക്കിൾ, ഈ സൈഡിന് ഒരു സർക്കിൾ, അതുപോലെ ഈ നാല് സൈഡിനും 4 സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. ഈ റോംബസിന് നമുക്കൊരു പേര് കൊടുക്കാം. എ ബി സി ഡി ഒരു പേര് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടത് ഈ 4 സർക്കിളും ഒരു പോയിന്റ് കൂടി കടന്നു പോകും എന്നുള്ളതാണ്. ആ പോയിന്റിന് നമുക്ക് പി എന്ന് വയ്ക്കാം. പി സെൻട്രൽ പോയിന്റ്. നമ്മൾ പ്രൂഫ് ചെയ്യേണ്ടത് ഈ സെൻട്രൽ പോയിന്റ് പിയിൽ കൂടി ഈ 4 വട്ടവും സർക്കിളും കടന്നു പോകും എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ റോംബസിൻ്റെ ഡയഗണൽസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഡയഗണൽ ഓഫ് എ റോംബസ് ഈസ് പെർപെൻഡിക്കുലർ. ദാറ്റ് മീൻസ് ദിസ് ഈസ് 90 ഡിഗ്രി വെർട്ടിക്കലായിട്ടിരിക്കും. അതിന് വേറൊരു മെത്തേഡ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓരോ ഷേപ്പായിട്ട് എടുക്കുക. ഈ ഡയഗണൽ എടുക്കുമ്പോൾ ഇതതിൻ്റെ സെമി സർക്കിൾ. ഈ സെമി സർക്കിൾ വരുന്ന കോണം എത്ര വരും? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ പി ബി = 90 ഡിഗ്രി. നമ്മൾ ഈ സെമി സർക്കിൾ എടുക്കുമ്പോൾ സെമി സർക്കിളിൻ്റെ അകത്ത് വരുന്ന ഒരു വെർട്ടിസൈസിൽ വരുന്ന കോണം 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അതുപോലെ അടുത്ത സെമി സർക്കിൾ എടുക്കാം. ഈ സെമി സർക്കിൾ ഈ ഡയമീറ്റർ കൊണ്ട് ഈ സെമി സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ വരുന്ന കോണം എത്രയായിരിക്കും? അതും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ പി ഡി ദറ്റ് ഈസ് ആൾസോ 90 ഡിഗ്രി. അപ്പോൾ ഈ 2 ആംഗിൾ നമ്മൾ കൂട്ടുമ്പോൾ എത്ര വരും? ദറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി വരും. ഒരു ലൈനിൽ ഒരു ആംഗിൾ 180 ഡിഗ്രി വന്നാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ലൈനെ റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ലൈൻ, ദിസ് ഈസ് എ ലൈൻ എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആയതുകൊണ്ട് ദിസ് ഈസ് എ ലൈൻ വിത്ത് എ പോയിന്റ് പി. ഈ ലൈനിൻ്റെ മേലിൽ ഒരു പോയിന്റ് പി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് ദിസ് ഈസ് എ സെമി സർക്കിൾ. ദറ്റ് ഈസ് വൈ ആംഗിൾ എ പി ബി = 90 ഡിഗ്രി. And this semicircle, that is why angle APD = 90 degree. So angle APB plus angle APD = 180 degree. അതുകൊണ്ട് ആംഗിൾ ഇത് B and D. So we can say that B and D is a line. It's a line with a point P എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത് നമ്മൾ ഈ സെമി സർക്കിൾ എടുക്കുക. ഈ സെമി സർക്കിൾ. അപ്പോൾ ഈ സൈഡ് സെമി സർക്കിൾ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ലൈന് നമ്മൾ വെർട്ടിക്കൽ ലൈന് നമ്മൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്ത് അതൊരു ലൈനാണ്. അതിൽ പി എന്നുള്ള പോയിന്റ് ഉണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ലൈൻ, ഈ ഡയഗണൽ, ഇത് 90 ഡിഗ്രി നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ കോണം എടുക്കണം.
ദിസ് ആംഗിൾ. ഈ ആംഗിൾ വേണമെങ്കിൽ ഇത്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആൻഡ് ഇതും 90 ഡിഗ്രി. ഈ ഡയഗണൽ വെച്ചുകൊണ്ട് ഇതെടുക്കുമ്പോഴത്തേക്ക് ഇതും 90 ഡിഗ്രി. അപ്പോൾ AC ഈക്വൽ ടു ഇത് ആംഗിൾ APB, ആംഗിൾ APB പ്ലസ് ആംഗിൾ BPC 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ AC ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ AC ഒന്ന് ഒരു ലൈൻ. Therefore we can say AC is a line with P, with a point P. അപ്പോൾ ഈ രണ്ട് ലൈനും ഒന്ന് AC ഒന്ന് BD, ഈ രണ്ട് ലൈനിലും കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്, അതാണ് P. അപ്പോൾ ഈ പോയിന്റ് കോമൺ ആണ്, ഇത് രണ്ടും വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ സെൻറ്റർ പോയിന്റ് P ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അവർ ചോദിക്കുന്നത്. അതായത് ഈ ഈ 4 സർക്കിളും P എന്ന ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. അതായത് ഇതും പെർപെൻഡിക്കുലർ, ഇതും പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അതേപോലെ ഈ ലൈൻ എടുത്തിട്ട് ഇത് 90 ഡിഗ്രി, ഇത് മൊത്തം നമുക്ക് എത്ര 4 ട്രയാങ്കിൾ വരുന്നു. ഇവിടെ ഒരു ട്രയാങ്കിൾ